കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീനിവാസൻ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അത് ഒന്നരണ്ട് അനുഭവം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പറയുന്നതിനപ്പുറത്ത് എന്താ അത്യാവശ്യം ഉണ്ടെങ്കിലും അനുവാദം കിട്ടാതെ പോകില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കള്ളിക്കടയിലും പോത്തൻകടയിലും എത്രയെങ്കിലും ദിവസം വന്നിട്ട് ഭഗവാനെ കാണാതെ പോയവരുണ്ട്, വാർഷികത്തിന് വന്നിട്ട് കാണാതെ പോയവരുണ്ട്. നമ്മളതിശയിക്കും, ഭഗവാൻ ഇവിടെയൊക്കെ എപ്പോഴും കറങ്ങി നടക്കണം, അല്ലെങ്കിൽ ഇവർ കാണാത്തത്. രാവിലെ കാപ്പി ഉത്സവം നടക്കുന്ന സമയത്താണെങ്കിൽ കാപ്പി സമയത്ത് ഭഗവാൻ ആ സദ്യയിലെത്താൻ, ഉച്ച സമയത്ത് സദ്യയിലെത്തൊന്നും കറങ്ങാതെ പോകില്ല. ഇതിനെ ഇവരെങ്ങനെ കാണാതെ പോകുന്നത്? ഇത്രയെങ്കിലും പ്രാവശ്യം വന്നിട്ട് ഭഗവാനെ കണ്ടില്ല ഇങ്ങനെ പരാതി പറയുന്നവരുണ്ട്. പക്ഷെ അവർക്ക് പിന്നെ അവസരം കിട്ടിയിട്ടുണ്ട്. അത് അവരൊക്കെ വന്ന് അവർ വിശ്വാസിയാണെന്നുള്ള തോന്നൽ ഭഗവാൻ ഉണ്ടായതിനു ശേഷം കാണാൻ അവസരം കൊടുക്കുന്നുള്ളൂ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റി, 4 ദിവസം വന്ന് കേട്ടോ എനിക്ക് കാണാൻ പറ്റി. അതോടുകൂടി മതിയാക്കി പോണവരുണ്ട്. അവർക്ക് അതിനുള്ള അവസരം കിട്ടി, അനുവാദം കൊടുത്തില്ല. അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ഭഗവാനെ പറ്റി പറഞ്ഞാൽ അത്രയും ദിവസം പറഞ്ഞാൽ ചെയ്യാത്ത അനുഭവങ്ങളും എനിക്ക് ആ പുനർജന്മം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റുന്നത് ഭയങ്കര രസം. ഈ ഇപ്പം അണ്ണൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ ഇന്ന് കൂടെ നിൽക്കുന്ന ഓരോരുത്തരും ഇതുപോലെ ഉള്ള അവസ്ഥയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ പലരും അത് സ്മരിക്കുന്നില്ല എന്ന് മാത്രം. അതിപ്പോൾ നേരത്തെ അണ്ണൻ പറഞ്ഞതുപോലെ ഭഗവാൻ തന്നെ ചിലപ്പം ഭഗവാന്റെ ഒരു നിശ്ചിത പീരീഡ് വരെ നിൽക്കാൻ പറ്റുള്ളൂ. അതായിരിക്കും പരമമായ സത്യം, അതായിരിക്കും സത്യം. ആ ആത്മാവിന് അത്രയും കാലമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി വരണതായിരിക്കും. അത് കഴിഞ്ഞാൽ ഭഗവാൻ മാറ്റിക്കളയും. അപ്പം നമ്മൾ വിചാരിക്കും അവര് പോയി എന്നൊക്കെ നമുക്ക് നമ്മൾ സാധാരണ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. കാരണം ഭഗവാനെ കൊണ്ട് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. എന്നിട്ട് വേണമെങ്കിൽ വിമർശകരെ കൂടി നിൽക്കും. മനസ്സിലായി? അപ്പോൾ ഇത് അവരുടെ കർമ്മഫലമാണ്. ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരങ്ങനെ ഇവരിങ്ങനെ മറ്റവരങ്ങനെ. ഇതിപ്പോൾ ആരും എങ്ങനെയെന്ന് നോക്കണ്ടല്ലോ. നമുക്ക് ഇപ്പം അവിടെ ഒരു പവിത്രമായ മണ്ണാണ്, സ്വാമിയുടെ പിന്നെ കാല് സ്പർശം ഏറ്റ മണ്ണാണ്. അവിടെ കയറുമ്പോൾ നമുക്ക് അത്രയും ചിന്താഗതി വേണ്ട. റോഡിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റേതെങ്കിലും ലോകത്തായിരിക്കും. പക്ഷെ അവിടെ കയറുമ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിർത്തണ്ടേ? എല്ലാവരും ഒന്നുപോലെ കാണാൻ ചില ആൾക്കാർക്ക് തന്നെ. പക്ഷെ അവർക്ക് വരാൻ പറ്റാതെ ആയിട്ടുണ്ട്. ഇവരുടെ അനുഭവം അങ്ങനെയുണ്ട്. അത്തരക്കാരൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് ഭഗവാൻ ഇപ്പോഴും.
അത് കൊണ്ടുപോകും. എങ്കിലും ഇതിൽ മെയിൻ കാര്യം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റാരും നോക്കണ്ട, ആരും സ്ഥിരമല്ല. സ്ഥിരമായിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. ബാക്കി ആരും സ്ഥിരമല്ല, അത്രേ ഉള്ളൂ. ആരും സ്ഥിരമല്ല. കമ്മിറ്റി ഇരിക്കുന്നവരാവട്ടെ, ട്രസ്റ്റിൽ ഇരിക്കുന്നവരാവട്ടെ, ആർക്ക് പറയാൻ പറ്റും? തമ്പുരാൻ തീരുമാനിച്ച് അവരെ ആ ഒരു സ്ഥിതി വരെ നിർത്തുന്നതാണ്. അത് കഴിഞ്ഞാൽ ആരും കാണില്ല. അവിടെ സ്ഥിരമായിട്ടുള്ള ഈശ്വരൻ മാത്രമേ ഉള്ളൂ, സ്വാമി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും സ്ഥിരമല്ല. ഈ കാണിക്കുന്ന എന്തെങ്കിലും അവരെ നോക്കിയിട്ട് നമ്മൾ അവിടെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പോണ ആരെ കാണാനാണ്? ഭഗവാനെ കാണാൻ. നമ്മൾ ഭഗവാനെ കാണുക, പോവുക. ബാക്കിയുള്ളത് നമ്മളെന്തിനു നോക്കണം? നമ്മൾ നോക്കാം. അവരെന്നൊക്കെ നോക്കിയാൽ നമുക്ക് ഒരിക്കലും കാരണം അവരെ വീട്ടിൽ ചെല്ലുന്നതല്ലല്ലോ. ഇപ്പൊ ഞാൻ ചേട്ടന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് ചേട്ടൻ എന്നെ ഇവിടെ മോശമായി പറയണമെങ്കിൽ അല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് വരരുത്. ഇത് അവിടെ നമ്മൾ രണ്ടുപേരും തുല്യര്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ഞാനും തുല്യര്. അപ്പൊ പിന്നെ വേറൊരാളെങ്ങനെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിഷമാവസ്ഥകൾ ഉണ്ടാവും. കാരണം അവിടെ ഏതെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നവർ നിന്ന് എന്തെങ്കിലും അതൃപ്തി ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. അധികാര സ്ഥാനത്ത് സ്വാമി ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ നിന്ന് അതൃപ്തി ഉണ്ടാകുമ്പോൾ അപ്പോഴ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൃപ്തി ഉണ്ടാവാതെ അത്രേ ഉള്ളൂ നമ്മളെ ഡ്യൂട്ടി. നമ്മളവിടെ ഭഗവാന് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഭഗവാൻ ആദ്യമായിട്ട് നാട്ടിൽ ഒരു ആഹ്വാനം ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന് അന്നദാനം, 2 പ്രാർത്ഥന. ഈ 2 കാര്യങ്ങൾക്കാണ് ഭഗവാൻ പ്രാധാന്യം കൊടുത്തത്. ഈ 2 കാര്യങ്ങളെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. അതിലല്ല ശ്രദ്ധ. നമ്മളവിടെ വരുന്ന ആൾക്കാരെങ്ങനെ ഇന്ന് 800 കോടി ലോകത്ത് ജനങ്ങളുണ്ട്. 800 കോടി ആത്മാക്കളാണ്. അവർ 800 കോടി രീതിയിലേ ചിന്തിക്കും. ഒരു അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന മക്കൾ പോലും ഒരേപോലെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാലയളവിൽ ഏതെങ്കിലും ഒരു അച്ഛന് ജനിച്ച മക്കൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും കാട്ടണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കയറി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ വീട്ടിനകത്തുള്ളവരെ പോലും സ്വരൂപിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അതങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്ത കാലം. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ നമ്മളെ ഇഷ്ടമുള്ളവർ കുറ്റം ചെയ്താലും അതിനെ നമ്മൾ മറച്ചു വയ്ക്കും. ഇഷ്ടമുള്ളവരാണ് തെറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അവൻ അബദ്ധം പറ്റിയതാണ്, അവൻ അറിയാതെ പറ്റിയതാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇഷ്ടമുണ്ടല്ലോ അത് തിരുത്തും. ഇഷ്ടമില്ലാത്തവൻ തെറ്റ് ചെയ്താലോ ചെറിയ തെറ്റിനെ വരെ ഹൈലൈറ്റ് ചെയ്ത് ആള് കൂട്ടി അവനെ മാക്സിമം ആക്രമിക്കാൻ ശ്രമിക്കും. ഇത് പ്രപഞ്ച നിയമമാണ്. അത് എവിടെ ആയാലും, അത് വീട്ടിനകത്തായാലും ശരി. നമ്മളെ മക്കൾ ഒരു കുറ്റം ചെയ്തു എന്ന് വെച്ചിട്ട് ഇന്ന് വരെ അവൻ ചെയ്ത കുറ്റങ്ങൾ ഒരു അച്ഛനും അമ്മയും എഴുതി വെക്കാറില്ല. അവൻ ചെയ്തിട്ടുള്ള നമ്മൾ ഒരുപാട് പ്രാവശ്യം മക്കൾക്ക് അടി കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തു എന്നൊന്നും നമ്മൾ എഴുതി വെച്ചിട്ടില്ല. അവന് ഇത്ര ദിവസം നമ്മൾ അടി കൊടുത്തിട്ടുണ്ട് എന്നൊന്നും നമ്മൾ എഴുതി വെച്ചിട്ടില്ല. ഈ കുട്ടികളും മറന്നു എന്തൊക്കെ കാര്യത്തിന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന് അവർ ഓർമ്മിച്ചു. ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ ഈ കുട്ടികളെ എന്തെല്ലാം അത് കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും അല്ല. പക്ഷേ അടുത്ത വീട്ടിലെ ഒരു അച്ഛനോ അമ്മയോ നമ്മളെ കുട്ടിയെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വിടൂല. എന്തുകൊണ്ടാണ്? വലിയ കാര്യമാണ്. എൻ്റെ മോനെ അങ്ങനെ പറഞ്ഞവളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവളെ ഇങ്ങനെ പറഞ്ഞവളാണ്, എൻ്റെ മോനെ ഇങ്ങനെ പറഞ്ഞവളാണ്, അല്ലെങ്കിൽ എന്നെ ആ കുട്ടി ഇങ്ങനെ അങ്ങനെ തീരും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കൂലല്ലോ. നമ്മൾ പറഞ്ഞതിൻ്റെ 100-ൽ 1 ഭാഗം അവർ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും എന്തുകൊണ്ടാണ്? ഇഷ്ടമുള്ള മക്കളും അച്ഛനും ആയിട്ട് അത്ര ഇഷ്ടമാണ്. അതുപോലെ അച്ഛനും അമ്മയും മക്കൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും പറഞ്ഞ മക്കളും ക്ഷമിച്ചു, മക്കൾ പറഞ്ഞ അച്ഛനും അമ്മയും ക്ഷമിച്ചു, മറ്റുള്ളവർ ക്ഷമിക്കില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പരമമായ സത്യം. ഈ സത്യം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് ഐക്യമില്ലാതെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തമ്പുരാൻ അങ്ങേ എന്നെ പറഞ്ഞു, കള്ളിക്കാട് വന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം തളർന്ന് ഒരിടത്ത് വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് വെള്ളം ഒഴിച്ച് നനച്ചിടും അവിടെ ഇരിക്കാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അജ്ഞത കൊണ്ടാണ് കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഭഗവാൻ തന്നെ പറഞ്ഞില്ല. അത് മാത്രമല്ല, സ്വാമി തന്നെ അവിടെ വരുന്ന സമയത്ത് മൈലക്കര ഭാഗത്ത് 5 പൈസയ്ക്ക് ഒരാളിനെ കുത്തിക്കൊന്നു. 5 പൈസ. അപ്പോൾ അത്ര ഭയാനകമായ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിന് ആ സമയത്ത് ഭഗവാൻ പുനരുത്ഥാനത്തിന് വേണ്ടി അവിടെ അവതാരം എടുക്കുമ്പോൾ എന്തെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം.
ആ നേരിടേണ്ടി വന്നതിൻ്റെ ഓരോ ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്നും അവരെ കുറ്റം പാടില്ല. അവരെ ആത്മാവിൽ അത് കടന്നുകൂടിയിരിക്കുകയാണ്. ഈ ഇവിടെ വന്നിരിക്കണ്ട. ആ പുണ്യാത്മാവ് അവിടെ വന്നിരുന്നാൽ പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ അവിടെ മൊത്തം പ്രകാശിക്കും. അത്രയും ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഇരുത്താതിരിക്കില്ലല്ലോ. മാറി വരും, വന്നേ പറ്റുള്ളൂ. അന്നത്തെ കള്ളിക്കാടോ അന്നത്തെ ദേവങ്കോടോ ഒന്നുമല്ല. ഇപ്പോഴും വേണമെങ്കിൽ പറയാം, കള്ളിക്കാട് പഞ്ചായത്തിൽ ഇപ്പോഴും ഭഗവാനെ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോഴും ഉണ്ടായില്ല. കള്ളിക്കാട് പഞ്ചായത്തിൽ എന്നല്ല, കള്ളിക്കാട് പഞ്ചായത്തിലല്ല, ആ പരിസരത്ത് വിളിപാടകലെ, ഒരു വിളിപാടകലെ അവിടുത്തെ നാമജപം കേൾക്കുന്ന ദൂരം. അപ്പം പഞ്ചായത്ത് മുന്നേ ഒരുപാട് കേൾക്കില്ല. ഒരു വിളിപാടകലെ ഉള്ളവര് കണ്ടിട്ടില്ല, ഒരു വിളിപാടകലെ ഉള്ളവര് കണ്ടിട്ടില്ല. അവർക്ക് അതിനുള്ള ഭാഗ്യമില്ല. ഇല്ല, ഭഗവാൻ അനുവാദം കൊടുത്തില്ല, അതിനുള്ള ഭാഗ്യമില്ല. അതൊക്കെ നിയോഗം തന്നെയാണ്. നൂറ്റിക്കണക്ക് കിലോമീറ്റർ ഭഗവാനെ കാണാൻ സ്നേഹം അനുഭവിക്കാന്ന് പറഞ്ഞാൽ അത് വലുതായിട്ടല്ല. ആ പുണ്യദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമാണ്. ഇപ്പം ഞാൻ ഒരു 4-5 വർഷം കൊണ്ട് ഉത്സവം നടക്കുമ്പോൾ ഞാൻ പൂർവ്വാശ്രമത്തിലാണ് എനിക്ക് ഡ്യൂട്ടി. 3 ദിവസം ഞാൻ അവിടെ തന്നെ ആയിരിക്കും. രാവിലെ 7:30 ഒന്ന് കാപ്പി കുടിച്ച് അവിടെ കയറിയാൽ ഉച്ചയ്ക്ക് 2-2:15 ആകുമ്പോൾ പോയി ഭക്ഷണം കഴിക്കും. പിന്നെ അവിടെ വരും. ഈ ദിവസങ്ങളിലൊക്കെ ഓരോ വർഷവും വരുന്ന ആൾക്കാർ പുതിയ ആൾക്കാരായിരിക്കും. കഴിഞ്ഞ വർഷം വന്നതിലുള്ള ഒരു 10-20% ആൾക്കാരെ ഈ വർഷം വരുള്ളൂ. ഈ പൂർവ്വാശ്രമത്തിൽ വരുന്നത്. അപ്പുറത്ത് വരുമായിരിക്കും, വന്നിട്ട് പോകുമായിരിക്കും. പക്ഷേ ഇവിടെ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഒരു 10%-20% ആൾക്കാർ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ. ഇപ്പം തന്നെ അരിമല, മഞ്ഞാലമ്മൂട് ഭാഗത്തുള്ള ഒരു 4-5 ആൾക്കാർ വന്നിരുന്നു. അവർ വന്ന് കുറേ സമയം അവിടെ ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് പോയത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവൻ ജീവിച്ചിരുന്ന വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, കണ്ടില്ല. ഇപ്പോഴെങ്കിലും വന്ന് അവിടുത്തെ ഒരു പ്രസാദം കഴിച്ചിട്ട് അനുഭവിച്ചല്ലോ എന്ന് വളരെ ആത്മാർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. ഇന്നലെയും 2 പേരും എൻ്റെ അടുത്ത് നിന്ന് അതിൽ ഒരു മഞ്ഞാലമ്മൂടും ഒരാൾ അരിമനക്കാരനും. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലാണ് പാപ്പനംകോട്, പെരുമ്പഴൂർ ഒക്കെ ആൾക്കാർ പുതിയതായിട്ട് ഇന്നലെ ഈ പ്രാവശ്യം ആദ്യമായിട്ട് വന്നതാണ്. ഒത്തിരി ആൾക്കാർ, ഒരു പകുതി ആൾക്കാരും പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മള് അവിടെ പൂർവ്വസ്ഥയിൽ വന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇപ്പം ആശ്രമങ്ങളിൽ ഇപ്പോൾ പോത്തങ്കോട് ആവട്ടെ, ഭഗവാന്റെ സമാധി ദിനത്തിന് വരുന്നതിലാവട്ടെ, പകുതി പോലും ആളുകളും പുതിയ ആൾക്കാരാണ്. അതിന് ഒരു റീസൺ ഉണ്ട്. നമ്മളിപ്പോൾ ചാനലിലൂടെയൊക്കെ ആളുകളെ അറിയിക്കുന്നത് ഒരു സൈഡ്, അതിലുപരി ഭഗവാൻ ശരീരത്തിലിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ശരീരത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ദേവാത്മാവാണ്. നമ്മൾ പറയും പരമാത്മാവും ജീവാത്മാവും. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 4 ടൈപ്പ് ആത്മാക്കളുണ്ട്. പരമാത്മാവിൻ്റെ തൊട്ട് താഴെ ദേവാത്മാക്കൾ. അപ്പോൾ ദേവാത്മാവും പരമാത്മാവും ഒന്നല്ല, പരമാത്മാവിൻ്റെ അംശം. അത് കഴിഞ്ഞ് ജീവാത്മാവ്, അത് കഴിഞ്ഞ് ദുരാത്മാവുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ പ്രേതാത്മാക്കൾ. കുടുംബങ്ങളിലുണ്ട്, അല്ലാതെയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മുക്തിയില്ലാതെ ഇങ്ങനെ നമ്മൾ പറയുമല്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ. എന്ന് വെച്ചാൽ ജോലിക്ക് പോകില്ല, വീടുമില്ല, കൂടുമില്ല, വാടക വീട്ടിലും കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ ആത്മാക്കളും ഉണ്ട്. ഇതാണ് ദുരാത്മാക്കൾ. അപ്പോൾ ഈ പരമാത്മാവ് തൊട്ട് താഴെ ദൗത്യം ചെയ്യാൻ വേണ്ടി ദേവാത്മാക്കളെ വയ്ക്കും. ഈ ദേവാത്മാക്കളിൽ ഏറ്റവും മുതിർന്നവരാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊക്കെ. ഇവരൊന്നും പരമാത്മാവല്ല. അപ്പോൾ ഈ ആത്മാക്കളെ രൂപത്തിലാണ് ഭഗവാൻ ഇരുന്നത്. മനസ്സിലായല്ലോ സാർ? അപ്പോൾ ദേവാത്മാവിന് ലിമിറ്റുണ്ട്. അപ്പോൾ ഇതിന് ലിമിറ്റുണ്ട്. ദേവതയ്ക്ക് ലിമിറ്റുണ്ട്. പരമാത്മാവിന് ലിമിറ്റില്ല. ഇന്ന് തമ്പുരാൻ പരമാത്മാവാണ്. രണ്ടും നമ്മൾ മനസ്സിലായല്ലോ. അന്ന് ദേവാത്മാവായിരുന്നുകൊണ്ടാണ് ഭഗവാൻ പലപ്പോഴും വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തും. എന്തെന്ന് വെച്ചാൽ ഈ ആത്മാവ് വന്നാൽ ഈ ആത്മാവിൻ്റെ നെഗറ്റീവ് ഫലം ഈ ദേവാത്മാവ് എടുക്കണം. ദേവാത്മാവിന് കിട്ടും. അപ്പോൾ ദേവാത്മാവിന് ലിമിറ്റുണ്ട്. ഇപ്പോൾ ഒരാളിനെ രക്ഷിക്കാൻ ഭഗവാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷേ കർമ്മഫലമാണെങ്കിൽ കർമ്മഫലം അനുഭവിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ ഈ ദേവാത്മാവ് എടുക്കണം. അപ്പോൾ ഈ ഗുരുക്കന്മാരെല്ലാം എടുത്തിട്ടുണ്ട്. എടുത്താലേ ഒരാളിൻ്റെ കർമ്മഫലം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിലൊരു 25 കിലോ സാധനം കൊണ്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ തൂങ്ങി 25 കിലോ ചുമന്നുകൊണ്ട് പോവുകയാണ്. ഞാൻ അണ്ണൻ്റെ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊരു 10 കിലോ ഞാൻ വാങ്ങിക്കണം. അല്ലാതെ എങ്ങനെ വെയിറ്റ് കുറയും? ഇതുപോലെ ഇവർ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോകും, ഭാരം ചുമന്ന് വെച്ചിട്ട് പോകും. ഇതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യണത്? ഓരോരുത്തരെ വരുന്ന ആളുകളെ
എണ്ണം കുറയ്ക്കാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം വരണവരോടി ഒരു കുറച്ച് മൈൻഡ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഇവരങ്ങ് ഒഴിവായി പോകണമെങ്കിൽ ഈ ആത്മാവ് സ്വയം പൊക്കോളും. ചിലത് പോവില്ല, ചിലത് ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടും. അവർ വീണ്ടും വീണ്ടും വരും. സ്വാമി വഴക്ക് പറഞ്ഞാലും വരും, സ്വാമി മിണ്ടിയില്ലെങ്കിലും വരും. പിന്നെ എന്ത് ചെയ്യും, ഭഗവാന്റെ ദൃഷ്ടിയിലാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ദേവാത്മാവിലാവും. ദേവാത്മാവിൽ കൈക്കുള്ളിലാവും. പിന്നെ അവരുടെ പരിചരണയിലായി നമ്മൾ. ഇപ്പോൾ ഇതിനെല്ലാം മുകളിലാണ് പരമാത്മാവ്. ഇപ്പം ഭഗവാൻ പരമാത്മാവായി. ഇനി ലിമിറ്റില്ല, എന്ത് എപ്പോഴും ചെയ്യാൻ പറ്റും. ഇതറിയുന്നില്ല ആളുകൾ. പുതിയ പുതിയ ആൾക്കാർ വരുന്നതിൻ്റെ കാരണം അവർക്ക് അച്ചട്ടാണ്, മനോവേഗത്തിലാണ് അവർക്ക് ഫലം കിട്ടുന്നത്. എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം തന്നെ ഈ ചാനൽ കണ്ടിട്ട്, ഈ ഇപ്പം ഞായറാഴ്ച ദിവസമൊക്കെ ചാനൽ കണ്ടിട്ട് ഓരോരുത്തരും ഭഗവാനെ കണ്ടിട്ടേ ഇല്ല, ഭഗവാനെ ജീവിതത്തിൽ അറിഞ്ഞേ കൂടാ. അവരിങ്ങനെ ഏതെങ്കിലും ദുരിതത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇവരെ ഈ എന്തെങ്കിലും വിഷമം തീരുന്നതായിരിക്കും ഈ ചാനലൊക്കെ ഇങ്ങനെ നോക്കി 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 പോണേ. ഇതിനിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ ക്ലിക്കാവും. പെട്ടെന്ന് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവർ ഉടനെ തന്നെ ഇത് എന്താ അവരെ കണ്ണിൽ പെടും. ഇവരിങ്ങനെ നോക്കിയിട്ട് അയ്യോ ഭഗവാനെ, ഒരാൾ ഭക്തൻ പറയണ കേട്ടിട്ട് പെട്ടെന്ന് അവർ ഈ ഇപ്പം അണ്ണനെ പോലെ ഒരാൾ വന്നിരുന്നിട്ട് ഇത് പറയണ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്, അല്ലാതെ നമ്മൾ എന്തെങ്കിലും എഴുതി തയ്യാറാക്കി ഒന്നും പറയണല്ല. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ അഴിഞ്ഞു കിടക്കുന്ന ഇതാണ്. അത് നമ്മൾ ഭഗവാനിൽ ഇല്ല. നമുക്കെന്നാലും ഭഗവാൻ ജീവസമാധിയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വിങ്ങലാണ് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ. കാരണം നമുക്ക് അതുപോലെ ആരുമില്ല. അപ്പം നമുക്കത് വേദനയാണ്. നമ്മൾ വേദനയോടുകൂടി പറയാണ്, അല്ലാതെ ആരും നമ്മളെ കൊണ്ട് പറയിക്കുന്നതല്ല. ഈ വേദനയോട് പറയണ കേട്ടിട്ട് ഒരാൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട്, സാറേ വീട്ടിനകത്ത് ഭയങ്കരമായ വിഷമം, ഞാനിരുന്ന് ചിന്താലേശായ പരമഗുരുവേ നമ എന്ന് 108 പ്രാവശ്യം വച്ച് ഞാൻ ഒരാഴ്ച ജപിച്ചതേ ഉള്ളൂ. എൻ്റെ വലിയ ഒരു വേദനയായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ മോളെ കാര്യം. അത് സബലീകരിച്ചു സാറേ. ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് അമ്പലത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടോ, ഇത്രയും കാലങ്ങളായിട്ടിരുന്ന് ഞാൻ മന്ത്രം ജപിച്ചിട്ടോ ഒരു ഫലവും എനിക്കുണ്ടായില്ല. ഒരാഴ്ച കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ തിരുസന്നിധിയിൽ വന്ന് ആ സമാധി ദർശിക്കണം. ഓരോ ഭക്തര് പറയാം. അപ്പോൾ അത്ര വേഗത്തിലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പരമാത്മാവായി. ഈ എപ്പോഴും കാണാം, എവിടെ എത്തും. ഇനി ലിമിറ്റ് ഇല്ല. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി ആരെ രക്ഷിക്കാനും ഒരു കുറവും വേണ്ട. അങ്ങ് തോന്നിയാ മാത്രം മതി. പണ്ട് അങ്ങനെ തോന്നൂല. അവർക്ക് ലിമിറ്റുണ്ട്. ലിമിറ്റുണ്ട്. അവൻ തീരെ അനുഭവിച്ചതാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ കുറച്ച് തരും. ഒന്നും അനുഭവിക്കാതെ വരില്ല. അപ്പോൾ കുറച്ച് തരും. കുറച്ച് തരുന്നതാണ് ആക്സിഡൻ്റൊക്കെ വരുത്തി രക്ഷപ്പെടുത്തുന്നത്. നമ്മൾ ആ പകുതി അങ്ങ് എടുക്കുകയാണ് ഭഗവാൻ. പകുതി വേദനിച്ചു. അണ്ണൻ്റെ ആ ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അത്ര കഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് ഈ സ്പോട്ടിൽ ഡ്രൈവർ അവിടെ എത്തി, അവിടെ അവതരിപ്പിച്ചു. അപ്പൊ രണ്ടുപേരെ രക്ഷിക്കേണ്ട ദൗത്യം സ്വാമിക്ക് വന്നു. രണ്ടുപേരെ രക്ഷിക്കേണ്ടി വന്നു. ഒന്ന് മറ്റേ ഭാഗത്ത് അവൻ കാരണം, ഞാൻ കാരണം, ബാക്കി കേസോ വഴക്കോ ഒക്കെ സെക്കൻഡ്. ഒരു ജീവൻ നമ്മൾ കാരണം പൊലിയാന്ന് പറഞ്ഞാൽ 100% അത് പാപകർമ്മം തന്നെയാണ്. അത് നമ്മളേക്ക് അബദ്ധം പറ്റിയാലും സുബദ്ധമായാലും അതെ. രണ്ട് അവിടുത്തെ പ്രസൻസ് അവിടെ ചെന്ന് പറ്റി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആ ജീവനെ തിരിച്ചു തന്നത്. അപ്പോൾ അവിടെ നമ്മളെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഭഗവാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവാം. ഇന്ന് ഇപ്പം അങ്ങനെ ഇന്ന് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് എത്ര പേര് അവിടെ വന്നാലും, ആ സമയത്ത് ഇവിടെ എത്ര 1000 പേര് വന്നാലും അവർക്കെല്ലാം ഫലമാണ് ആയിപ്പോയി. ഇനി അതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് ലിമിറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ വേറൊരു ക്ഷേത്രത്തിൽ പോകുന്നത് പോലെ അല്ല. ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പോയാൽ അവൻ രക്ഷപ്പെട്ടു. അവൻ എന്തെങ്കിലും ഒരു മാറ്റം വരാതെ അവിടുന്ന് ആ തിരുസന്നിധിയിൽ എത്താൻ പറ്റുമെങ്കിൽ, ആ സമാധി ദർശിക്കാൻ പറ്റുമെങ്കിൽ അവന് മാറ്റം വന്നു എന്നുള്ളത് ഉറപ്പിച്ചോളണം. അല്ലെങ്കിൽ അവൻ വരില്ല. അവൻ അവിടെ വന്ന് എന്നുവെച്ചാൽ ഭഗവാനെ കണ്ടില്ലെങ്കിലും ഭഗവാൻ കണ്ടു അവനെ. ആ ദൃഷ്ടി പതിഞ്ഞു. ഇന്നലെ വന്നവർ ചോദിച്ചത് നമ്മുടെ സമാധി ഇവിടെ അല്ല, ജന്മസ്ഥലമാണ്, പോത്തൻകോട്ടാണ്. അവിടെ തന്നെ ഭഗവാൻ തന്നെ നേരത്തെ സമാധി കുഴിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് സമാധി ഇരുന്നത്. ആ സമയമായപ്പോൾ അവിടെ എത്തി സമാധി ഇരുന്നത് അവിടെ തന്നെ. ഈ അടുത്ത മാസം ഞാൻ പറഞ്ഞ നാളിന് അവിടെ വാർഷികമാണ്. അന്ന് അവിടെ വന്നാൽ സമാധിയൊക്കെ കാണാം, ഭഗവാന്റെ ക്ഷേത്രം കാണാം, ജന്മസ്ഥലം കാണാം. വരാമെന്ന് പറഞ്ഞിട്ട് പോയത്
അരിമനക്കാർ. അതെ, അത് ഭഗവാന്റെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇന്നലെ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനുള്ള വഴി ചോദിക്കാനും ഒക്കെ എന്നെ ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് പോവേണ്ടത്. പിന്നെ കള്ളിക്കാട് പോലെ സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് സുപരിചിതമല്ല. നമുക്ക് തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് നമുക്കറിയാം നെയ്യാറിന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ കാട്ടാക്കട എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിലുള്ളവർ റൂറൽ ഏരിയ ആയതുകൊണ്ട് അവർ കണ്ടിട്ടില്ല. പോത്തങ്കോട് പോകാനേക്കാൾ പാടാണ് അവിടെ പോയത്. പോത്തങ്കോട് പോകാനാണെങ്കിൽ ഇപ്പം MC റോഡ് വഴി വരണവർക്ക് എല്ലാം എളുപ്പം, അല്ലെങ്കിൽ NH വരണവർക്ക് കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ടെങ്കിലും പോവാം. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഒരുപാട് പേര് വിളിച്ച് ഇങ്ങനെ ചോദിച്ചത്. നമ്മളിപ്പോൾ ചാനലിൽ തന്നെ ഈ 3 ആശ്രമത്തിൻ്റെയും ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ഇട്ട് അവർ പോയാൽ മതി. ചിദംബരത്തിന്റെ ഇല്ല, ഞാൻ ഈ 3 ആശ്രമങ്ങൾ, നമ്മളെ 3 ആശ്രമങ്ങളുടെയും ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ചിദംബരത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ചിദംബരത്ത് പോയപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള സ്വാമിയെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ഇവിടെയും ആരും ഭഗവാൻ ആരാധിക്കില്ല എന്ന് പറയാം. നമ്മുടെ കള്ളിക്കാട് പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയാണെങ്കിലും ഇവിടെ ആരും അദ്ദേഹത്തിന് ആരാധിക്കില്ല, അവിടെയാണ് ആരാധിക്കുന്നത്. 100% പോയി അവിടെ അനുഭവം. അവിടെ നാട്ടുകാർ ആരാധിക്കുന്നതല്ല, അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ചിദംബരേശ്വരനാണ്. അതിനകത്ത് തന്നെ ഭഗവാൻ എന്നെ ദേവതയായിട്ട് വെച്ച് ആരാധിക്കുകയല്ലേ, മനസ്സിലായോ? അവിടെ അമ്പലത്തിനകത്ത് മഹാക്ഷേത്രത്തിനുള്ളിൽ ഭഗവാൻ മൂർത്തിയായിട്ടിരിക്കുകയാണ്. അതും ഭഗവാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഭഗവാൻ സമാധി ആവുന്നതിന് മുമ്പ് അവിടെ വെച്ച് ആരാധന തുടങ്ങിയതാണ്. എത്രയോ കാലമായിട്ട്. അപ്പോൾ അത്രയും 2001 ആ സമയത്ത് അവിടെ അതിനകത്തുണ്ടെന്ന് അത് തന്നെ. അതിന് കാരണം അവിടെ ഒരു മഹാപ്രളയം ഉണ്ടായി, എല്ലാം നശിച്ചു, എല്ലാവരും നിലവിളിച്ചു രക്ഷിക്കാൻ. മഹാദേവന്റെ ക്ഷേത്രം വരെ വെള്ളത്തിന്റെ അടിയിലായി, അത് ഈ ചിദംബരം വരെ. അന്ന് രക്ഷകനായിട്ട് ഭഗവാൻ അവിടുത്തെ പൂജാരിമാരെല്ലാം ഇവിടെ വന്ന് അഭയം തേടി. അങ്ങനെ ഭഗവാൻ പോയാണ് അവിടെ അതിനെ നേരെയാക്കിയത്. ആ നേരെയാക്കിയതിനാണ് അവര് ഭഗവാൻ അകത്ത് പ്രതിഷ്ഠിച്ചത്. പറ്റെന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്തെ രക്ഷിച്ചതാണ്. പ്രളയത്തെ മുങ്ങി എല്ലാം നശിച്ചപ്പോൾ അവിടെ പ്രളയനാഥനായിട്ട് ചെന്ന് അതിനെ എല്ലാവരെയും സംരക്ഷിച്ച് പൊക്കിയെടുക്കുകയാണ് ചെയ്തത്. കുംഭാഭിഷേക സമയത്ത് പരിസരത്തുള്ള ആൾക്കാർ മുഴുവനും ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഭഗവാൻ. ഇതൊന്നും നമുക്ക് അറിയാവുന്ന ചില സ്ഥലങ്ങൾ മാത്രമാണ് ഇതൊക്കെ. ചിദംബരമോ അല്ലെങ്കിൽ ഇതോ. അദ്ദേഹം ഹിമാലയ ധാതുക്കളിലും അദ്ദേഹം ഓരോ സ്ഥലത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പം ഈ ഒരു രൂപത്തിലിരിക്കുന്ന, ഈ ഒരു പേരിലിരിക്കുന്ന ഈ ഒരു അവതാര പുരുഷനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാൻ ഹിമാലയത്തിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ 12 പ്രാവശ്യം ഹിമാലയത്തിൽ പോയി. ഭഗവാന്റെ ഒരു പോകുന്ന സമയത്ത് ഞാൻ പോയി പറയുമ്പോൾ ഭഗവാൻ പറയും, പിള്ളേ അതിനപ്പുറത്ത് പോയാൽ പിള്ളേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ ഒന്നും ആളുകൾ പോയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന കാര്യം. അപ്പം പറഞ്ഞു, ഞാൻ 400 വർഷം മുമ്പ് അവിടെ ഒരു മരം നിന്ന് പിള്ളേ, അത് മനുഷ്യനെ തിന്നുകളയും. നരഭോജി വൃക്ഷമാണ് ഹിമാലയത്തിൽ. അതിൻ്റെ ആഹാരം മനുഷ്യനെ മാത്രമേ തിന്നുള്ളൂ. അപ്പോൾ അതുവഴി ഇങ്ങനെ 400 വർഷം മുമ്പ് മനുഷ്യൻ ഇങ്ങനെ അതുവഴി ആര് നടന്നു പോയാലും അവൻ ശിഖരം കൊണ്ട് ഇങ്ങനെ കറങ്ങി അവനെ അകത്താക്കും. പിന്നെ അതിൻ്റെ അസ്ഥി കൂടെ മാത്രമേ താഴെ വീഴുള്ളൂ. ഇതാണ് അവൻ്റെ ആഹാരം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ നിന്ന് എന്നെ ഉന്നം വയ്ക്കും, എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനിവിടെ നിന്നിട്ട് ഒരു സാരെടുത്തേക്ക് എറിഞ്ഞു കൊടുത്ത് അതോടുകൂടി അവൻ മറിഞ്ഞ് ഒരു വിളിയോടുകൂടി അങ്ങ് മറിഞ്ഞു. അത് യാതോ മഹാരാക്ഷസനാണ്. അത് ശാപമോക്ഷത്താൽ ഭഗവാൻ ശാപമോക്ഷം കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിശയിക്കും. അപ്പോൾ 400 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അതിശയിക്കണം, ഭഗവാൻ ഇത്ര വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ്, പിള്ളേ, ഞാൻ 3 ജന്മം ഹിമാലയത്തിൽ സമാധിയായി, 3 ജന്മം. അപ്പോൾ അന്നത്തെ ഏതോ വലിയ മഹർഷി വര്യന്മാരുടെ പേരിലാണ് അന്ന് സമാധിയായത്. ഏതോ മഹർഷി എന്ന് അദ്ദേഹം പറഞ്ഞാലല്ലേ നമുക്കറിയാവൂ. അവർക്കൊന്നും പേരില്ല. ശരീരം എടുത്ത് വരുമ്പോൾ ഒരു പേര് ഇടുന്ന പേരേ ഉള്ളൂ. ഇന്നിപ്പോൾ ചണ്ടാലേശ്വരൻ്റെ രൂപത്തിൽ ഇവിടെ അവതാരം എടുത്തു ഈ ജന്മത്തിൽ. അപ്പോൾ അവർ എപ്പോഴും വേണോ ലോകരക്ഷാർത്ഥം വരും.
പരമാത്മാവല്ലേ. അതെ. അപ്പൊ പിന്നെ അവർക്ക് എപ്പോഴും അവർക്ക് ജന്മമരണങ്ങളില്ല, ജന്മമരണവുമില്ല. അപ്പോൾ അവർ ജനിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ഓരോ ദൗത്യത്തിന് വേണ്ടി, ഇതുപോലെ നമ്മളെ പോലെയുള്ള അജ്ഞാനികൾക്ക് വേണ്ടി, ദുരാത്മാക്കൾക്ക് വേണ്ടി. നമ്മൾ പറയുമല്ല, ദുരാത്മാക്കൾ ശരീരത്തിലിരിക്കും, അതൊക്കെയാണ് നമ്മളൊക്കെ. ആത്മാവ്, സാത്വിക ആത്മാക്കളുണ്ട്, ദുരാത്മാക്കൾ ശരീരത്തിലിരിക്കും. അത് ദുർമരണം പ്രാപിച്ചില്ലെങ്കിലും കയറിയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആത്മാക്കളാണ് നമ്മളൊക്കെ. ആ നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഇപ്പോൾ അവതാരം എടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. ലക്ഷങ്ങളെ രക്ഷിക്കാൻ വേണ്ടി 1, 2, 9 ഒരു എത്ര പേര്, ഓരോ ആളുകളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ സാഷ്ടാംഗ പ്രണാമം പിഴയാണ്. കാരണം നമ്മളെ അനുഭവം മാത്രമേ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമുക്കേ അനുഭവമുള്ളൂ എന്ന്. നമ്മളെ അനുഭവങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ ഒന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ അനുഭവങ്ങൾ ലഘുവാണ്. അതൊന്നുമില്ല. അപ്പോൾ അത്ര അത് ഓരോ ഭക്തന്മാരിൽ ഇപ്പം അണ്ണൻ വന്നു കഴിയുന്ന അണ്ണൻ്റെ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അനുഭവം പറയുമ്പോൾ ഇതുപോലെ അനുഭവങ്ങളുള്ളവർ എത്രയോ പേരുണ്ട്. ചിലർ ഈ അനുഭവങ്ങൾ ഇപ്പോൾ ഭഗവാനില്ലല്ലോ, ഇനിയിപ്പം ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാൻ ഇപ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പരമാത്മാവായിരിക്കുന്നത്, ഇപ്പോഴാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കൂല, ഇപ്പൊ സർവ്വതും കേൾക്കും. എവിടെ ഇരുന്ന് ഭഗവാന്റെ നാമം ഉച്ചരിച്ചാലും ചിന്താലേശൻ എന്ന് മനസ്സ് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ വരെയാണ്. ഇപ്പം ലിമിറ്റില്ല. എത്ര ആളിൻ്റെ അടുത്ത് എത്ര ഒരേ സമയത്ത് ചെല്ലാൻ പറ്റും? ഒന്നും വേണ്ട. ഒരു ഇവിടെ കണ്ടുപിടിച്ച സാറ്റലൈറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് ഗൂഗിൾ മാപ്പ് വഴിയാണ് വണ്ടികളെല്ലാം ഓടുന്നത്. ഒരേ സമയത്ത് ഗൂഗിൾ മാപ്പിലൂടെ ആയിരക്കണക്ക് വണ്ടികളാണ് ഒരേ സമയത്ത്, ലക്ഷക്കണക്ക് വണ്ടികളാണ് ഓടുന്നത്. ലക്ഷക്കണക്ക് വണ്ടിയിലും ഒരു സാറ്റലൈറ്റിന്റെ പ്രവർത്തനത്താൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട, ഒരു വെറും സാറ്റലൈറ്റിന്റെ സഹായത്താൽ നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ, നീ 100 മീറ്റർ ചെല്ലുമ്പോൾ അങ്ങോട്ട് പോ, നീ 3 കിലോമീറ്റർ ചെന്നിട്ട് പോ, നീ 10 കിലോമീറ്റർ നേരെ പോ എന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ഒരു ചെറിയ സാറ്റലൈറ്റ്. ഇതുപോലെ കോടാനുകോടി സാറ്റലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ശക്തിയാണ് പരമാത്മാവ്. ഇവൻ എങ്ങോട്ട് പോണ്, എന്ത് ചെയ്യുന്നു, ഇവൻ ഇനി എത്ര സമയത്തിനകത്ത് എവിടെ എത്തും, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവാൻ ഇരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മളെന്തോ ആണ് എന്ന അജ്ഞത കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അത്ര ദുരാത്മാക്കളായതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിലേക്ക് ബോധം തെളിയാത്തത്. ഭഗവാൻ തെളിച്ചു വന്നെങ്കിൽ ഒരു ലിമിറ്റുണ്ട്. പിന്നെ ഭഗവാനെ ലിമിറ്റുണ്ട്. കാരണം ഈ ആത്മാക്കൾ അത്ര കർമ്മങ്ങൾ ചെയ്തിട്ട് വന്ന ആത്മാക്കളാണ്. എല്ലാം ചുമക്കണ്ടേ? ഇതില് ആ തമ്പുരാന്റെ പരിചരണയിൽ എത്താൻ പറ്റിയത് തന്നെ എത്രയോ പുണ്യം ചെയ്ത ആത്മാക്കളായതുകൊണ്ടാണ്. ആ ദൃഷ്ടി പതിയണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് ചെന്ന് പറ്റണമുള്ള ആത്മാക്കള് അത്രയും പുണ്യം ചെയ്ത ആത്മാവായിട്ടുള്ളൂ. അല്ലെങ്കിൽ എത്തില്ല, അല്ലെങ്കിൽ എത്താൻ പറ്റൂല. അതല്ലേ ഞാൻ പറഞ്ഞ, വെളിപാട് അകലെ ഉള്ളവർക്ക് വരെ ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഇത്രയും മഹാപുരുഷൻ, അവതാര പുരുഷൻ ഇരുന്നിട്ട് പോലും ആ വെളിപാട് അകലെ ഉള്ളവർക്ക് പോലും ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഭഗവാൻ ദർശനം കൊടുത്തില്ല. ഇല്ല, അതാണ് സംഭവം. ഇനിയിപ്പോ അവർക്ക് വിചാരിച്ചാലും ഭഗവാനെ കാണാൻ പറ്റും. കാരണം ഇനിയിപ്പോ ഭഗവാൻ സർവ്വവ്യാപിയായല്ലോ. സർവ്വവ്യാപി ആയതുകൊണ്ട് അവർക്ക് കാണാം. പക്ഷെ ആ കാണണമെങ്കിലും ഭഗവാൻ ഉൾക്കണ്ണിൽ വരണം. ഉൾക്കണ്ണിൽ വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ഉള്ളതിനേക്കാൾ ഒരുപാട് പേരുടെ ഉൾക്കണ്ണിൽ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ ഉത്സവങ്ങളുടെ സമയം വരുമ്പോൾ ഈ പ്രഭാതം തുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ പ്രകാശം. കാരണം പണ്ട് ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി ആൾക്കാർ ചുരുക്കം ദിവസം കൊണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് വരണമെങ്കിൽ ഭഗവാന്റെ പ്രഭാവം അത്രയും വീശി അടിച്ചുകൊണ്ടിരിക്കണം. അത്രയും കൊടുങ്കാറ്റ് പോലെ ആ ഭഗവാന്റെ പ്രകാശം ചുറ്റി അടിക്കുകയാണ്, എല്ലായിടത്തും എത്തുകയാണ്. അതുകൊണ്ട് വലിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനിഞ്ഞ് കൂടെ ഉള്ളൂ, നിയന്ത്രണാതീതമാവും. നാളെ ഒരു സമയത്ത് ചിലപ്പം ഈ കള്ളിക്കാടുകാരായ നമ്മൾ ക്യൂ നിന്ന് ഭഗവാനെ ആശ്രമം ദർശിക്കേണ്ട അവസ്ഥ വരും.
നമ്മളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പിള്ളേരെങ്കിലും അതിന് ഒരു സംശയവും വേണ്ട. ഈ ആശ്രമങ്ങളിൽ വളരെ ക്യൂ നിന്ന് ഭഗവാനെ ദർശിക്കേണ്ടി വരും. മറ്റ് യാതൊരു ചിലപ്പം ഇന്ന് സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും ക്യൂ നിന്ന് ഏറ്റവും ദർശനം ചെയ്യുന്ന സ്ഥലം ആണ് സിദ്ധി സായിബാബ. സിദ്ധി സായിബാബ ജീവസമാധി കഴിഞ്ഞതിന് ശേഷം, അതായത് പരമാത്മാവിൽ ലയിച്ചതിന് ശേഷമാണ് അവിടെ ഇത്രയും പ്രകാശിച്ചത്. അതുവരെ ഒന്നുമില്ലായിരുന്നു, അവിടെ ആരും ഇല്ലായിരുന്നു. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ശരീരത്തിലിരിക്കുമ്പോൾ സമയത്ത് തന്നെ ഇതെല്ലാം സ്ഥാപിച്ച് എല്ലാം കൺട്രോൾ ചെയ്ത് എല്ലാം വച്ച് റെഡിയാക്കിയിട്ടാണ് ഭഗവാൻ പോയത്. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ബാക്കി യാതൊരു സന്യാസിയും ഇതിന് ശേഷമാണ് ആശ്രമങ്ങൾ ഉണ്ടായത് വരെ. അല്ലാതെ ആ ആശ്രമങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ ഇതെല്ലാം എന്ത് നമ്മൾ പുണ്യം ചെയ്ത ആൾക്കാരാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. ഭഗവാന്റെ മുമ്പിൽ അത്രയും നമ്മൾ എത്ര നമസ്കരിച്ചാലും അത് കുറവാണ്. നമ്മൾ എന്ത് ചെയ്താലും കുറവാണ്. എത്രത്തോളം ഭഗവാനെ കുറിച്ച് വാഴ്ത്തിയാലും കുറവാണ്. നമുക്ക് ലിമിറ്റ് ഉണ്ട്. അല്ല, നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. ഭഗവാൻ അൺലിമിറ്റാണ്, നമുക്ക് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും സമയം ഭഗവാന്റെ കാര്യം, അതിൽ വളരെ ഹൃദയസ്പർശിയായ കാര്യമാണ് ഇന്ന് പുനർജന്മം തന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമം. കാരണം ഞാൻ അടക്കം എത്രയോ പേരുടെ അനുഭവങ്ങൾ കേട്ട ആളാണ്. അതുകൊണ്ട് എന്നാലും ഇത്രയും സമയം ഭക്തരുടെ മുമ്പിൽ വന്ന് ഭക്തർക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി, നമസ്കാരം.